ഇപ്പോൾ വിൻസി പ്രതികരിക്കുകയാണ്. അതിലേക്ക്. ഇതിങ്ങനെ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് വേണ്ടത്. അതിലോട്ടൊന്നും കോൺട്രവേഴ്സിയിലോട്ടൊന്നും ഞാനില്ല. നോ 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 അതൊന്നും ഇല്ല. ഇനി ഞാൻ ചോദ്യങ്ങൾക്ക് ഞാൻ പറയുന്നില്ല, എൻ്റെ ഒരു നിലപാട് ഞാൻ പറയാം. ഇന്ന് ഇവിടെ IC മീറ്റിംഗ് കൂടുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പ്രസന്റ് ആവും. ഞാൻ കൊടുത്ത പരാതിയുടെ ജെനുവിനിറ്റി അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസൈഡ് സിനിമ ദേ വിൽ ടേക്ക് ഓൺ ആക്ഷൻ. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സിനിമയ്ക്കുള്ളിൽ സംവിധാനങ്ങളുള്ളിൽ നടപടി മതി, പോലീസിലേക്ക് ഇല്ല. അതിന് വേണ്ടത് സിനിമയുടെ ഔട്ട്സ്കേർട്ട് ആവുമ്പോഴാണ് നിയമ നടപടികൾ. എനിക്ക് സിനിമയിലാണ് മാറ്റം വരേണ്ടത്. സോ ഞാൻ അതിൽ തന്നെ സ്ട്രോങ് ആയിട്ട് സ്റ്റക്ക് ചെയ്യുന്നു. ആൻഡ് ഫോർ ഓൾ മീഡിയാസ് താങ്ക് യു. നിങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിലൊക്കെ എനിക്കറിയാം എന്താണ് എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തത്. താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് ഇപ്പം ഭീമയുടെ ഇനാഗുറേഷനാണ്. ലെറ്റ്സ് സ്റ്റക്ക് ടു ദാറ്റ്. ആൻഡ് താങ്ക് യു. ഇതിൻ്റെ ഇനി തുടർന്നുള്ള നടപടികളും അല്ലെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് ഇന്ന് ഈവനിങ് മേ ബി അറിയാൻ പറ്റുമായിരിക്കും. സോ ഐ സ്റ്റക്ക് ടു മൈ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ എവിടെയും മാറ്റിയിട്ടില്ല. പരാതിയായിട്ടേ മുന്നോട്ട് നിയമ നടപടികളായിട്ട് പോയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പരാതി ഞാൻ പിൻവലിക്കത്തില്ല. കൊടുത്ത ചേംബറിനും ലീക്കായിട്ടുണ്ട്. ഐ ബ്ലെയിംഡ് സജി നന്ദ്യാറ്റ് ആൻഡ് ഐ ഫീൽ സോറി ഫോർ ദാറ്റ്. വേറൊരു കാര്യം കൂടി ഞാൻ മെൻഷൻ ചെയ്യാണ്. പരാതി സമർപ്പിക്കുന്നതിന് മുന്നേ ഹൈദരലി എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടറിന് ഓൾറെഡി പരാതി കിട്ടിയെന്ന് പറഞ്ഞ അമ്മയുടെ നിന്നും പരാതി കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ കൂടെ ഐ നീഡ് ടു നോ ബിഫോർ ബ്ലെയിമിങ് എനി അസോസിയേഷൻ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. വിൻസി അലോഷ്യസ് ആണ് പത്തനംതിട്ടയിൽ ഭീമ ഷോറൂമിന് ഉദ്ഘാടനം എത്തുമ്പോൾ വിവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ശരി, അതായത് വിൻസി ആ പരാതി കൊടുത്തത് 2 സംഘടനകൾക്കാണ്. ഒന്ന് അമ്മയ്ക്ക്, മറ്റൊന്ന് ഫിലിം ചേംബറിന്. രാവിലെ മാതൃഭൂമി ന്യൂസ് 8 മണിക്ക് ഫിലിം ചേംബറിന്റെ പ്രതിനിധിയായ സജി നന്ദ്യാട്ടിനെ ഫോണിൽ വിളിക്കുന്നു. അദ്ദേഹവുമായി സംസാരിക്കുന്നു. ഫോൺ വിളിക്കുന്ന സമയത്ത് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് അദ്ദേഹത്തിന്റെ പേരെടുത്തുകൊണ്ട് തന്നെ സജി നന്ദ്യാട്ട് വിശദീകരണം നൽകുന്നു. ആ സമയത്ത് പരാതിയിൽ ഉന്നയിച്ച ആളുകളുടെ പരാതിയിൽ ഉന്നയിക്കപ്പെട്ട പേര് ഷൈൻ ടോം ചാക്കോയുടേതാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നത്. ആ സമയത്ത് ഷൈൻ ടോം ചാക്കോയുടെ പേര് നിരാകരിക്കാതെയാണ് സജി നന്ദ്യാട്ട് മറുപടിയും നൽകുന്നത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അമ്മയുടെ ഭാഗത്ത്, അതായത് ഞങ്ങൾക്ക് പരാതി നൽകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ട് വിൻസി എന്ന് അന്നും സജി നന്ദ്യാട്ട് വൈകുന്നേരം നമ്മുടെ ചർച്ചയിൽ പറയുന്നുണ്ട്. അതായത് അമ്മയിൽ നിന്നാണ് ഈ പരാതി ചോർന്നത് എന്നുള്ളതാണ് ചേംബറിന്റെ നിലപാട് എന്നായിരിക്കാം അദ്ദേഹം പറയുന്നത്. എന്തായാലും പക്ഷേ ആ പരാതിയുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ നമ്മൾ ചേംബറിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് സജി നന്ദ്യാട്ടിനോട് ഷൈൻ്റെ പേരെടുത്ത് ചോദിക്കുമ്പോൾ അദ്ദേഹം ഷൈൻ്റെ പേരെടുത്ത് തന്നെയായിരുന്നു മറുപടി പറഞ്ഞത്. അതുകൊണ്ടാണ് പിന്നീട് 12 മണിക്ക് നമ്മളുടെ ആങ്കേഴ്സ് തന്നെ ബ്രേക്കിംഗ് അവേഴ്സിന്റെ സമയത്ത് വിൻസിയോട് അത് ചേംബറിൽ നിന്ന് അത്തരത്തിൽ വാർത്തകൾ വരുന്നുണ്ടല്ലോ എന്ന് പറയുകയും വിൻസി അതുമായി ബന്ധപ്പെട്ട് അതായത് ആ സമയത്ത് വിൻസി കുറച്ച് ഇമോഷണലായാണ് പ്രതികരിച്ചത്. താങ്ക്സ് ടു ഫിലിം ചേംബർ എന്ന നിലയ്ക്ക് തന്നെയാണ്. അതിനാണ് ഇപ്പോൾ സജി നന്ദ്യാട്ടിന്റെ പേരെടുത്ത് ആ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ബ്ലെയിം ചെയ്തുകൊണ്ട് അവർ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്.